ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നുള്ള കാര്യം വളരെ ബ്രീഫായിട്ടൊന്ന് നോക്കാം. ബേസിക്കലി ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ്, എങ്കിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. Digital marketing and online closely related terms and often used interchangeably. Both refers to the practice of promoting products, service, brand using digital channel and technologies. The promotion of a product or service or particular brand or anything. Digital channels technology ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഏതിനെയും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയാം. Digital marketing നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ബ്രോഡ് ടേം ദാറ്റ് എൻകംപേഴ്സസ് all marketing efforts that uses electronic devices and internet to connect with the potential customers. Electronic device basically digital marketing എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. That internet to connect with potential customers. ഇത് ഇന്റർനെറ്റും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ പൊട്ടൻഷ്യൽ കസ്റ്റമറിനായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവമാണ് അത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ. ഇറ്റ് ഇൻവോൾവ്സ് വൈഡ് റേഞ്ച് ഓഫ് ഓൺലൈൻ ടാക്ടിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് ടു റീച്ച് ആൻഡ് എൻഗേജ് ദി ടാർഗറ്റ് ഓഡിയൻസ്. അപ്പൊ അത് ഇങ്ങനെ പറയുമ്പോൾ പോലെ എളുപ്പമാരല്ല, അത് അതിന്റെ ഓൺലൈൻ ആയിട്ടുള്ള ഒരുപാട് ടാക്ടിക്സും സ്ട്രാറ്റജീസും ഉൾക്കൊള്ളുന്നു. ടു റീച്ച് ആൻഡ് എൻഗേജ് ദി ടാർഗറ്റ് ഓഡിയൻസ്, ടാർഗറ്റ് ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് ടാക്ടിക്സും സ്ട്രാറ്റജീസും ഒക്കെ ചേർന്നതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. Digital marketing can be further broken down into various components, including online marketing. അപ്പോൾ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഓൺലൈൻ മാർക്കറ്റിംഗ്. ഒന്നും കൂടി നമ്മൾ നാരോ ഡൗൺ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്താ ഓൺലൈൻ മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് is specifically focused on the promotion and advertising of the products and services. ഇവിടെ product promotion of and advertising of promotion and advertising of the products and services through online channels and platforms. These channels include their website, or search engines, social media platform, email, various other digital platforms. And any digital platform. Normally online marketing online marketing specifically focus on the promotion, advertising of the products and services through online channels and platforms. These channels include website, search engine, social media platform, email, and various other digital platforms. Key components of digital and online marketing. Website, it involves optimizing the company's website for search engine, SEO, search engine optimization. This involves optimizing of company's website for search engines, creating engaging content, ensuring user-friendly experience to attract and convert visitors to the customers. Then website വേണം, ആ വെബ്സൈറ്റ് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, അത് നമ്മൾ വെബ്സൈറ്റിൽ ഇടും, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് നമ്മൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ടു അട്രാക്ട് ആൻഡ് കൺവേർട്ട് വിസിറ്റേഴ്സ്. ഒരുപാട് പേരെ നമ്മളെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. ആൻഡ് ഈ അട്രാക്ട് ചെയ്യുന്ന ആളുകളെ, വിസിറ്റേഴ്സിനെ നമ്മൾ വി ഷുഡ് ബി ഏബിൾ ടു കൺവേർട്ട് ദിസ് വിസിറ്റേഴ്സ് ടു ദി കസ്റ്റമർ. അങ്ങനെ ആകുമ്പോഴല്ലേ നമ്മളിത് ഓഫ്ലൈൻ ആയിട്ട് ചിന്തിക്കുക. നമ്മൾ ഷോപ്പുണ്ട്, നമ്മളൊരു ഷോപ്പ് ഇട്ടിരിക്കുകയാണ്, അവിടെ ഒരു കസ്റ്റമർ, ഒരു വിസിറ്റർ വരുന്നു, റോഡിൽ കൂടെ പോകുന്ന അയാളോട് വരുന്നു, ദെൻ അയാളെ കൊണ്ട് നമ്മൾ സാധനം വാങ്ങിപ്പിക്കുമ്പോഴാണ് അയാൾ കസ്റ്റമർ ആവുള്ളൂ, അല്ലെങ്കിൽ വിസിറ്റർ ആവും. അപ്പൊ അങ്ങനെ വാങ്ങിപ്പിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ വെബ്സൈറ്റ് ആണ്. അതുകൊണ്ട് അത് നമ്മൾ നേരിട്ട് അപ്രോച്ച് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ആ വെബ്സൈറ്റിലെ കണ്ടന്റും അതിന്റെ യൂസർ ഫ്രണ്ട്ലിയും അതിന്റെ വെബ്സൈറ്റിന്റെ എക്സ്പീരിയൻസ് അയാളെ ആ വിസിറ്ററെ കസ്റ്റമർ ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതായിരിക്കും. പിന്നെ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. This include paid advertising on the search engines, commonly referred to pay-per-click advertising, where business bid on keywords to display their ads in search engine research.
Search engine marketing include paid advertising on the search engines, commonly referred to pay-per-click advertising, and where the business bid on keywords to display their ads in search engine result. The search engine use ചെയ്തിട്ട് പെയ്ഡ് അഡ്വർടൈസിങ് നമ്മളെ വെബ്സൈറ്റിലേക്കോ നമ്മളെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്തിരുന്നിടത്തേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെർച്ച് എഞ്ചിൻ സെറ്റ് ചെയ്യും. അപ്പം നമ്മളിപ്പോ ഒരു ഗൂഗിൾ ചെയ്തു എന്ന് പറയും. ഗൂഗിൾ ചെയ്ത ഫസ്റ്റിൽ ഇപ്പോ സപ്പോസ് യു ആർ സെല്ലിങ് എ ചുരിദാർ ത്രൂ ഓൺലൈൻ. അപ്പൊ ചുരിദാർ എന്ന് അടിച്ചാല് ഫസ്റ്റ് നിങ്ങളത് വരണം. യു ഹാവ് ടു പേ ഗൂഗിൾ ഫോർ ദാറ്റ്. അപ്പൊ എന്ത് ചെയ്യണം വെച്ചാല് അങ്ങനെ നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അത് വരും, ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ എത്തുന്നു. അതിന്റെ ചുരിദാറിന്റെ ഭംഗി കണ്ട് ദേ ആർ ഗോയിങ് ടു അട്രാക്ട് ആൻഡ് ദേ ആർ ഗോയിങ് ടു ബി എ കസ്റ്റമർ. അപ്പൊ ഇവിടെ എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നു അത്ര എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിന് കുറഞ്ഞു വരും. അതാണ് പേ പെർ ക്ലിക്ക് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു 1000 rupees കൊടുത്തിട്ട് ഗൂഗിളിൽ പേപ്പർ അഡ്വർടൈസ്മെന്റിന് സെർച്ച് എഞ്ചിന് കൊടുത്തു, ഗൂഗിളിന് കൊടുത്തു, അല്ലെങ്കിൽ അപ്പം അവർ ഇത് ആദ്യം കാണിക്കുന്നു. അങ്ങനെ ആദ്യം കാണിച്ചിട്ട് എത്ര പേര് ആദ്യം കാണിച്ചുകൊണ്ട് മാത്രം നമ്മളെ ക്യാഷ് കുറയില്ല. ക്ലിക്ക് അതുമ്മ ക്ലിക്ക് ചെയ്യണം, അങ്ങനെ നമ്മളെ വെബ്സൈറ്റിലേക്ക് എത്തണം. അപ്പൊ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു പൈസ കുറയുള്ളൂ. അപ്പൊ നേരത്തെ നമ്മളിപ്പോ പത്രത്തിലൊരു ആഡ് കൊടുക്കുകയാണെങ്കിൽ പത്രം പശു തിന്നണമെന്നോ ആട് തിന്നണമെന്നോ നമുക്ക് അറിഞ്ഞൂടാ, ആൾക്കാർ വായിക്കണമെന്നോ അറിഞ്ഞൂടാ. അവർക്ക് ഫിക്സഡ് വലിയ എമൗണ്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് വളരെ ചീപ്പാണ്. പിന്നെ കണ്ടന്റ് മാർക്കറ്റിംഗ്. കണ്ടന്റ് creating and sharing valuable and relevant content such as blogs, article, videos, and infographics to attract and retain target audience, ultimately driving profitable customer action. Content creating and sharing valuable and relevant content. നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് അതൊരു ബ്ലോഗ് ആവാം, ഒരു ആർട്ടിക്കിൾസ് ആവാം, ഒരു വീഡിയോ ആവാം, ഒരു ഗ്രാഫിക്സ് ആവാം. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് കണ്ടന്റും ആവാം, ബ്ലോഗോ ആർട്ടിക്കിളോ വീഡിയോ ഇൻഫോഗ്രാഫിക്സ്, attract and retain the target audience, ultimately driving profitable customer action. സാധനം വാങ്ങാന്നുള്ള ഈ കണ്ടന്റ് കണ്ടിട്ട് സാധനം വാങ്ങാന്നുള്ള ഒരു ലെവലിലേക്ക് കസ്റ്റമർ വരണം. പിന്നെ സോഷ്യൽ മീഡിയ നമുക്കറിയാവുന്നതാണ്. യൂട്ടിലൈസിംഗ് ദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡ്ഇൻ എക്സെട്ര ടു ബിൽഡ് ബ്രാൻഡ് awareness, engage with audience and drive traffic to website. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളൊരു ലിങ്ക് കൊടുക്കുകയാണ്. അപ്പൊ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യും, ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒരു സാധനം സെയിലിൽ വെക്കുകയാണ്. അപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അതിന്റെ ലിങ്ക് ഇട്ടിട്ട് ഇതിന്റെ പ്രോഡക്റ്റ് ആണെന്ന്. അപ്പൊ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഒരു ബുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആമസോണിലെ കിൻഡിൽ പബ്ലിഷിംഗിലേക്ക് എത്തുക. എന്നിട്ട് അവർക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇഫ് സംബഡി ഇൻട്രസ്റ്റഡ് ദേ കാൻ ബൈ. അപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ നല്ലൊരു ആഡാണ്. അത് കാരണം അപ്പൊ ബുക്ക് വാങ്ങിയില്ലെങ്കിൽ പോലും ഒരുപാട് പേര് അതിനുശേഷം എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, പുസ്തകത്തിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ എനിക്കത് ഏറ്റവും കൂടുതൽ ഇംപ്രഷൻസ് കിട്ടിയിരിക്കുന്നത് ലിങ്ക്ഡിൽ നിന്നാണ്. ഫേസ്ബുക്കിനേക്കാൾ കൂടുതൽ ഇംപ്രഷൻസ് ലിങ്ക്ഡിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ഒരു അക്കാദമിക് ഇൻട്രസ്റ്റ് ഉള്ള സാധനം ആയതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, പാർട്ട്ണറിംഗ് വിത്ത് അഫിലിയേഷൻ ഓർ അതർ ബിസിനസ് ടു പ്രൊമോട്ട് പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻ ദി എക്സ്ചേഞ്ച് ഓഫ് കമ്മീഷൻ ഓഫ് സെയിൽസ് ജനറേറ്റഡ് ത്രൂ ദെയർ ഇഫക്റ്റ്. ഇതിങ്ങനെ പറയുമ്പോൾ പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മളൊരു ഏജന്റായിട്ട് പ്രവർത്തിക്കാം. സപ്പോസ് യു ആർ അഫിലിയേറ്റ് മാർക്കറ്റർ, നിങ്ങൾ മറ്റുള്ളവരുടെ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങളൊരു വെബ്സൈറ്റ് തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾ ചില ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിൽ മറ്റുള്ളവരുടെ പ്രോഡക്റ്റിന്റെ ലിങ്കും ഡീറ്റെയിൽസും കൊടുക്കുക. നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ചുരിദാറിന്റെ നിങ്ങളൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് നിങ്ങൾ മറ്റേ ഒരു ചുരിദാർ ഇറക്കണേ, നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു പാർട്ടി ചുരിദാർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചുരിദാറിന്റെ ഡിസ്പ്ലേ നിങ്ങളുടെ വെബ്സൈറ്റ് നടത്തുക.
അങ്ങനെ നിങ്ങളെ ഈ വെബ്സൈറ്റിൽ വരുന്ന എല്ലാ ചുരിദാറും കാണുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ സ്മോൾ കമ്മീഷൻ. ദാറ്റ് ഈസ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇൻഫ്ലുവൻസർ, ഇപ്പൊ നമ്മൾ കോട്ടക്കൽ അങ്ങാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാല് ഈ കേരളം കൂളാകുന്നുള്ള ദുൽഖർ സൽമാന്റെ കണ്ടമാനം പോസ്റ്റാണ് ചെങ്കോട്ടി കോട്ടക്കൽ റോഡിൽ അല്ലെ. ഇൻഫ്ലുവൻസ്, കാരണം ഓക്സിജൻ തുടങ്ങുന്ന സമയത്ത് അവർ വലിയ ആഡ് കൊടുത്തു ദുൽഖർ സൽമാൻ വരുന്നതെന്നും പറഞ്ഞിട്ട്. കൊളാബറേറ്റിംഗ് വിത്ത് ഇൻഫ്ലുവൻസർ ഓർ ഇൻഡിവിജ്വൽ വിത്ത് സിഗ്നിഫിക്കന്റ് following on social media to promote products or service to their audience. അപ്പോൾ ഓഡിയൻസിനെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ദുൽഖർ സൽമാന്റെ ഫാൻ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അയാൾ അന്ന് ഓക്സിജനിൽ ഒന്ന് പോയി വെക്കാം. അങ്ങനെ ഇൻഫ്ലുവൻസറിലൂടെ മാർക്കറ്റ് ചെയ്യും. ചില സെലിബ്രിറ്റികളൊക്കെ വിളിച്ചിട്ട് മറ്റേവരൊക്കെ വിളിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യണത് വെറുതെ അല്ല, അവർക്ക് വലിയ എമൗണ്ട് ഒക്കെ കൊടുത്താലും അതിനനുസരിച്ച് ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാവുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഒരു ജ്വല്ലറിയുടെയും ഒരു ടെക്സ്റ്റൈലിന്റെയും ഒരു ഹോം അപ്ലയൻസിന്റെ ഒക്കെ ഒരു ഷോറൂം ഒരു സെലിബ്രിറ്റിനെ വിളിച്ചിട്ട് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെങ്കിൽ they are getting more than from their influencer, what they are paying to their influencer. ഇൻഫ്ലുവൻസർ എത്ര പേയണോ അതിനേക്കാൾ കൂടുതൽ ഇവരെയൊക്കെ ഒന്ന് സെയിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അല്ലാണ്ട് ഇവരോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ജനങ്ങൾക്കുള്ള ഇവരോടുള്ള their market. പിന്നെ അഡ്വർടൈസിങ്, ഓൺലൈനായിട്ട് നമ്മൾ അഡ്വർടൈസിങ് കൊടുക്കുക. ബാനർ ആഡ്സ് ആൻഡ് വീഡിയോ ആഡ്സ് ആൻഡ് അതർ പ്രൊമോഷണൽ കണ്ടന്റ് ഓൺ ദി വേരിയസ് വെബ്സൈറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ടു ഇൻക്രീസ് ദി ബ്രാൻഡ് വിസിബിലിറ്റി ആൻഡ് ഡ്രൈവ് ട്രാഫിക്. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. ബാനർ ആവാം, വീഡിയോ ആഡ് ആവാം, അതർ പ്രൊമോഷണൽ കണ്ടന്റ് എന്താവാം. ഇപ്പോ ഒരു മറ്റേ ട്രോളർ എന്താ പറയാ, അങ്ങനെ വേരിയസ് വെബ്സൈറ്റ് ഓൺ ഓൺലൈൻ പ്ലാറ്റ്ഫോം ടു ഇൻക്രീസ് ദി ബ്രാൻഡ് വിസിബിലിറ്റി ആൻഡ് ഡ്രൈവ് ദി ട്രാഫിക്. അങ്ങനെ നമ്മളെ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് എവിടെയുണ്ടോ അവിടേക്ക് ഈ കസ്റ്റമറെ കൊണ്ടുവരുന്ന രീതിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ആഡ് കൊടുക്കുന്നതിനെയാണ് പിന്നെ ഓൺലൈൻ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.